ഇല നല്ല ശബ്ദത്തോടുകൂടി നല്ല ട്യൂണിൽ ഒരാൾ ഓതിയിട്ടില്ല. അങ്ങനത്തെ പറ്റിയാ പറയണത്. കൗലി താല അവലം യക്ഫിഹിം അൻസൽനാ അലൈക്കൽ കിതാബ്, കിതാബിനെ നാം നിങ്ങളുടെ മേൽ ഇറക്കി തന്നു എന്ന ഈ ആയത്ത് നോക്കൂ. യുത്ല അലൈഹിം അവരെ മേൽ ഇങ്ങനെ ഓതി കേൾപ്പിക്കുകയാണ് വളരെ സുന്ദരമായി. ഹദ്ദസനാ യഹ്യ ഇബ്നു ബുകൈരിൻ ഖാല ഹദ്ദസനി ലൈസു അൻ ഉഖൈലിൻ അൻ ഇബ്നു ശിഹാബിൻ റളിയല്ലാഹു അൻഹു ഖാല അഖ്ബർനി അബൂ സലമത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ ഇബ്നു അഫ്ഫാൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂലു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഖാല റസൂലുള്ളാഹി, റസൂലുള്ള പറയാണ്, ലം യഅ്ദനില്ലാഹു ലിനബിയ്യിൻ മാ അദന ലി നബിയ്യിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഗന്നാ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടിങ്ങനെ മണിച്ച് ഓതുന്ന സന്ദർഭത്തിൽ അത് കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ അള്ളാഹ് വേറൊന്നിലും ഇഷ്ടം കാണിച്ചിട്ടില്ല. ഖുർആൻ ഓതുക, സുന്ദരമായ നിലയിലുള്ള ഖുർആൻ്റെ ഓത്ത്, അതാണ്, അതിലേക്കാണ് കൂടുതൽ കാതു കൊടുത്തത്. അതാണ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നത്. വഖാല സാഹിബുൻ ലഹു, തൻ്റെ ഒരു സ്നേഹിതൻ പറയാണ്, യുരീദു യജ്ഹറു ബി എന്നർത്ഥം, ഖുർആൻ കൊണ്ട് ഉറക്കനെ ഉച്ചത്തിലിങ്ങനെ മണിച്ച് രാഗത്തോടു കൂടി പാടുക, ഓതുക.